ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8001 അല്ല, രാവിലെ കിളയ്ക്കാൻ പോയ കേശുനെ കണ്ടില്ലല്ലോ. കളക്കരുതാ? ആ, ഗ്രൗണ്ടിൽ കിളയ്ക്കാൻ. അവന് കിളയ്ക്കാനല്ലേ അറിയൂ, കളിക്കാൻ അറിയത്തില്ലല്ലോ. മണി 11 ഗൗരി, ഇനിയും അവനെ കാണും. ആ ഇപ്പൊ പോയാൽ ഒരു പോക്ക. നമ്മുടെ ഇടവും മലമൊക്കെ ഇങ്ങനെ നിൽക്കും. കണ്ണ് തെറ്റി അവനെ കാണത്തില്ല. ഈ വലുതായെന്ന് പറഞ്ഞേ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നതാണ് ഈ പ്രശ്നം. അത് തന്നെ. ഓ, ഈ പറയുന്ന ആള് നിക്കുന്ന നിപ്പില് ശർക്കരയും പിന്നെ കോഴിക്കോടും ഒക്കെ പോവല്ലോ. എന്റെ പൊന്നു പാറു, നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കൂ? അമ്മായി അമ്മേനെ അടി വാങ്ങിച്ചു തരുമോ നീ? கௌரி, அவங்கிட்ட பைசையும் இல்லடா. பசிச்சா என்ன செய்வானோ? കേശുവേട്ടന് വിഷം കഴിഞ്ഞാൽ കേശുവേട്ടൻ പറന്നിങ്ങെത്തും. പിന്നെ അത്രയ്ക്ക് വിശപ്പാണെങ്കിൽ ചേച്ചിയുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടും. ഞായറാഴ്ച ആയിട്ട് ഇവിടെ ആരും ഇല്ലാത്തോണ്ട് ഭയങ്കര ബോറടി അല്ലേ? அது கரெக்ட். இதுக்கு சிவா லெச்சு கூட குழுப்பலத்துல போனா அதான் இவ்ளோ போரு. ശിവചേച്ചി ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാന്നും പറഞ്ഞാ പോയത്. എന്നെ കൂട്ടിയില്ല. വരുമ്പോ കാണിച്ചു കൊടുക്കാം. അതല്ലേ ആലോചിക്കണേ, ഈ ബോറടി മാറ്റിപ്പോ എന്ത് ചെയ്യണം? എന്റെ ഒരു ഐഡിയ ഉണ്ട്. നിന്റെ ഒരു ഐഡിയ ഉണ്ട്? കൂടെ കളിക്കാനായിരിക്കും അല്ലേ? അമ്മായി, കേശുവേട്ടനൊന്ന് വിളിച്ചേ. ഞാനാ? ഇപ്പോഴാ? അത് വേണ്ട. ഇപ്പൊ അവൻ വിഷം നിൽക്കുകയാണെങ്കിലേ ഇവിടെ നിന്ന് ഞാൻ അവന് പൊറോട്ടയും ബീഫും മേടിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അത് ശരിയാവൂല. മമ്മി, മണം അടിച്ചപ്പോ തന്നെ വയറങ്ങ് നിറഞ്ഞല്ലോ എന്റെ. എല്ലാം മമ്മിയുടെ കൈപ്പുണ്യായിരിക്കും അല്ലേ? അതെ, മമ്മിയുടെ കൈപ്പുണ്യം മാത്രല്ല, എന്റെ കുറച്ച് പൊടിക്കൈകളും കൂടെ ഉണ്ട്. അയ്യോ, നീ ഇതിനകത്ത് കൈ വെച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ ഇനി എങ്ങനെ ഇത് കഴിക്കും? എങ്ങനെ വിശ്വസിച്ച് കഴിക്കും ഞാൻ? മമ്മി, ഈ അടുക്കളയിലെ കാര്യം മൊത്തം സെർവൻസ് ഉണ്ടായിട്ട് മമ്മി തന്നെ നോക്കുന്നേ ഈ ഫുഡൊക്കെ വെക്കണേക്കെ? അതെ, ഫുഡിന്റെ കാര്യത്തില് മമ്മിക്ക് ഭയങ്കര നിർബന്ധം. സെർവൻസ് ഉണ്ടെങ്കിലും കിച്ചണിലെ എല്ലാ കാര്യവും മമ്മി തന്നെ നോക്കണേ. പിന്നെ ഒന്ന് സൺഡേ അല്ലേ, സെർവൻസ് ഒക്കെ ലീവാ. പിന്നെ മമ്മിക്ക് അറിയോ, കേശുന്റെ വീട്ടില് ഇടയ്ക്ക് സ്പെഷ്യൽസ് ഉണ്ടാക്കും. അടിപൊളി ടേസ്റ്റാ. ആണോ? അല്ലേ മമ്മി, അത് സംഭവം വേറൊന്നുമല്ല. അച്ഛനും അമ്മയൊക്കെ നല്ല പാചകക്കാരാണ്. അങ്ങനെ നമ്മളൊരു ഫ്ലോയ്ക്ക് അങ്ങ് പോണാണ്. അല്ല, മമ്മി നല്ല സൂപ്പർ കുക്കല്ലേ. മമ്മി ഒരു തന്നെ ഉണ്ടാക്കിയ കേക്ക് ഇല്ലേ, അത് വെള്ളം കൊണ്ടുവന്നിരുന്നു. സൂപ്പർ കേക്കായിരുന്നു കേട്ടാ. എന്ന്? മമ്മി അന്നുണ്ടാക്കിയില്ലേ ലാസ്റ്റ് ടൈം? ഓ, ലാസ്റ്റ് ടൈം. ആ കേക്ക് നീ കേശുവിന്റെ വീട്ടിൽ കൊണ്ടുപോയോ? ആ, മമ്മിക്ക് ഓർമ്മയില്ലേ? മമ്മിയോട് പറഞ്ഞിട്ടാണല്ലോ ഞാൻ കൊണ്ടുപോയത്. എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. എന്നോട് നീ എപ്പോ പറഞ്ഞു? എന്നോട് പറയാതെ കൊണ്ടുപോയിന്ന് നീ പറ. പിന്നെ മമ്മി കുക്കിങ്ങില് കേശുവും ഒട്ടും മോശമല്ല. ആ, അതെനിക്കറിയാലോ. കപ്പയും മീൻകറിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത കാര്യം ഉപ്പും എരിവൊക്കെ കൂട്ടിയിട്ടിട്ട് അതേതായാലും നന്നായി. ഇവക്കൊരു പണി കൊടുക്കണം ഞാൻ വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. മമ്മി, അതെ, ഞാൻ അറിഞ്ഞുകൊണ്ട് മെറിലിട്ട് കൊടുത്ത പണിയല്ലത്. എന്റെ അനിയത്തി എനിക്കിട്ട് തന്ന പണിയാണ്. ആര്? പാറുവോ? അത് കൊള്ളാം. മമ്മി എന്തായാലും ഒരു ദിവസം നമ്മുടെ വീട്ടിലോട്ട് വരണം. നമുക്കവിടെ സ്പെഷ്യലൊക്കെ വെച്ചാൽ കൂടാ. എന്റെ മമ്മി അവിടെ ഒന്ന് കുക്ക് ചെയ്യാനാ? മമ്മി വന്നാ മതി, നമ്മള് കുക്ക് ചെയ്യും. എന്നിട്ട് നമ്മളെല്ലാം കൂടെ ഫുഡ് അടിച്ചിട്ട് പിരിയും. ഓക്കെ? നല്ല തിരുവനന്തപുരം സ്പെഷ്യൽ മീൻകറിയൊക്കെ വെച്ചുതരാം. ആ, മറ്റേ മുരിങ്ങാക്കോലിട്ട് വെച്ച മീൻകറി ആയിരിക്കും അല്ലേ? ഇത് കഴിക്കൂലേ? അടിപൊളിയാ അല്ലേ? സംസാരിച്ചോണ്ടിരിക്കാതെ കഴിക്കും പോലെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.